ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് നിങ്ങൾക്കെതിരെ ഗേൾസിന്റെ കംപ്ലൈന്റ് വരുന്നത്? അല്ല സർ, തമാശയ്ക്ക് ഒരു റാഗിംഗ് എന്ന രീതിയിലാണ് ഞാൻ ഈ കുട്ടിയോട് അങ്ങനെ പെരുമാറിയത്. നോ മോർ ആർഗ്യുമെന്റ്സ്. നിങ്ങൾ TC വാങ്ങിപ്പോയിക്കൊള്ളൂ. അതാണ് നിങ്ങൾക്കും ഈ സ്ഥാപനത്തിനും നല്ലത്. സാർ, മൈ ഡിസിഷൻ ഈസ് ഫൈനൽ. യു മേ ഗോ. കാമുകനെ കാണാൻ പോവുക അല്ലേ? അവൻ പറഞ്ഞിട്ടല്ലേ നീ എനിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തത്? അന്ന് റാഗ് ചെയ്തേ ഉള്ളൂ. ഇന്ന് നിന്നെ റേപ്പ് ചെയ്യാൻ പോവുക. അതിന്റെയും കൂടി പരാതി നീ പ്രിൻസിപ്പലിനോട് ചെന്ന് പറഞ്ഞേക്ക്. ഇതെന്നതായി കാണിക്കുന്നത്? വേണ്ട സുനിലെ, ആനയെ വിട്ടേക്ക്. ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അത് ഞങ്ങൾ തന്നെ അങ്ങ് തീർത്തോളാം. വണ്ടി കേട്ടടാ അവളെ. പിറപ്പാണിക്കുന്നോടാ, ആന വെക്കോ. സുനിൽ, തൂക്കി വണ്ടി കേട്ടടാ. കുറെ പേര് ചേർന്ന് ഒരുത്തന്നെ തല്ലിച്ചതയ്ക്കുന്നത് ആണത്വമല്ല. ഒരു കരണം തടിക്കുമ്പോൾ മറുകരണം കാണിച്ചു കൊടുക്കണമെന്നുള്ള പുസ്തകത്തെ എഴുതി വെക്കാൻ കൊള്ളാം. ക്രിമിനൽ കേസ് കൊടുത്ത് പീനൽ കോഡ് അനുസരിച്ചുള്ള ശിക്ഷയൊക്കെ വാങ്ങിത്തരാൻ വളരെ താമസിക്കും. ഇതിനൊക്കെ ചൂടോടെ അപ്പപ്പ കണക്ക് തീർക്കണമെന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. വേണ്ട, നമുക്കിതിൽ ഇടപെടണ്ട. തല്ലുകൂടിയ തമ്മിലായിക്കോട്ടെ, ഒറ്റയ്ക്കൊറ്റയ്ക്ക്. മതി. ഇനി ഇതിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നാൽ മുട്ടേലും ഞങ്ങൾ തല്ലിയൊടിക്കും. പിള്ളമാരോടെല്ലാം ചെന്ന് പറഞ്ഞേക്ക്, ഉപ്പ് കണ്ടങ്കാർക്ക് പഴയ വഴിയിലോട്ട് തിരികെ പോകാൻ മടിയൊന്നുമില്ലെന്ന്.
വാടാ. മാസാമാസം മാസക്കോട്ട കൈനീട്ടി വാങ്ങിക്കാനുള്ള തന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാടൂ? ഞാൻ എന്ത് ചെയ്യാനാ പങ്കയാച്ച? എടോ, ആ പോളത്തിനെയും കൂട്ടരെയും കൊണ്ട് ശരിക്കൊന്ന് പൂച്ചിക്കൂടായിരുന്നോ? കാരണമില്ലാതെ ഉപ്പ് കണ്ടക്കാരെ കസ്റ്റഡി എടുക്കാന്നൊക്കെ പറയുന്നത് അത്ര ഈസി ഒന്നുമല്ല. എന്റെ തൊപ്പി വരെ പോയേക്കും. ചുമ്മാ പോട്ടടോ. ഉറപ്പിക്കാൻ അറിയാത്ത തൊപ്പിയാണെങ്കിൽ ചിലപ്പോ തെറിച്ചെന്നിരിക്കും. ദേ, ഞങ്ങൾ എല്ലാങ്കിലൊക്കെ കാട്ടിക്കൂട്ടും. താനൊന്ന് ചുമ്മാ ഇരിക്കാവൂ. നിങ്ങൾ എന്ത് പോക്കിരത്തിനും വേണമെങ്കിലും കാണിച്ചോ, ഞാൻ കണ്ണടച്ച് തന്നേക്കാം. പോരെ? ആ മതി മതി. അപ്പോ ഞാൻ വന്നത് താൻ വന്നത് മറ്റേനല്ലേ? അത് ഞാൻ കേശുവിനെ കൊടുത്തു വിട്ടേക്കാം. താൻ ചെല്ല്. പോ. നാണക്കേടായാലോടാ. വെട്ടി നുറുക്കണമായിരുന്നു എല്ലാത്തിനെയും. ആ തടിമാടം പോളത്തിനെ കൊണ്ട് വരണ്ടു വന്നിരിക്കുന്നു. ഇല്ല പങ്കയാശ, അങ്ങനെ സംഭവിച്ചത് നന്നായി പോയെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അപമാനിക്കപ്പെട്ടതിന്റെ പക ഇവന്മാരുടെ മനസ്സിൽ കിടന്ന് പുകയണം. പുകഞ്ഞാളി കത്തണം. എല്ലാ തയ്യാറെടുപ്പും കഴിയുമ്പോ ആ ദിവസം വന്നെത്തും. സേവിച്ചൻ ജയിലിൽ നിന്നിറങ്ങുന്ന ദിവസം. ഒന്നുകിൽ ഉപ്പുകണ്ടങ്കാര്, അല്ലെങ്കിൽ എട്ടുകിടന്മാര്. രണ്ടിലൊരു തറവാട്ടുകാർ മാത്രം മതി ഈ നാട്ടിൽ. എന്നാൽ ഇത്തവണത്തെ ഷാപ്പ് ലേലത്തിൽ നമ്മൾ പങ്കെടുക്കുന്നു. 8 വീട്ടുകാരുടെ കയ്യിലിരിക്കുന്ന റേഞ്ചുകളെല്ലാം നമ്മൾ പിടിക്കുന്നു. എന്താ ജോസൂട്ടി? വെരി കറക്റ്റ്. ഇപ്പോഴായി ഇച്ചായൻ എന്റെ ട്രാക്കിലായത്. അങ്ങനെ പടിപടിയായി നമ്മൾ 8 വീട്ടിലുകാരുടെ ബിസിനസ് മേഖലകളിലെല്ലാം ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്നു. റേഞ്ച് പിടിച്ചെടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ലേലത്തിന്റെ എല്ലാ കള്ളത്തിനും അറിയാവുന്നവരാ ആ 8 വീട്ടുകാര്. അതിന് തടയിടാനാ നമ്മുടെ ഇടയിൽ ഒരു വക്കീലുള്ളത്. ഇച്ചായോ, ലേലം വിളിക്കുമ്പോ കൂടുതൽ തുകയ്ക്ക് നമ്മുടെ തലയെ കെട്ടിവെച്ച് വന്നാലോ? അതിന് അവര് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക നമ്മൾ വിളിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. കൂടുതൽ തുക വിളിക്കാതെ എങ്ങനെ റേഞ്ച് കിട്ടുക? പറയാം. ഈ ലേലത്തിന്റെ ഇപ്പോഴത്തെ നടപടിക്രമം എന്ന് പറയുന്നത്, ലേലം പിടിക്കാൻ ഉദ്ദേശിക്കുന്ന തുക ആദ്യം പേപ്പറിൽ എഴുതി ഒരു കവറിലാക്കി സീൽഡ് ടെൻഡറായി നമ്മൾ കളക്ടറുടെ കയ്യിൽ ഏൽപ്പിക്കണം. അതിനുശേഷമാണ് ഓപ്പൺ ലേലം വിളി തുടങ്ങുന്നത്. ഈ ഓപ്പൺ ലേലം വിളിയിൽ നമ്മൾ വിളിക്കുന്ന തുകയേക്കാൾ കൂടിയ തുകയാണ് നമ്മൾ സീൽഡ് ടെൻഡറിൽ എഴുതി കൊടുക്കുന്നതെങ്കിൽ ആ തുകയ്ക്കായിരിക്കും ലേലം ഉറപ്പിച്ചു തരിക. കഴിഞ്ഞ തവണ അവർ ലേലം പിടിച്ചത് 60 ലക്ഷം രൂപയ്ക്കാണ്. ഇത്തവണ ഓപ്പൺ ലേലം വിളിയിൽ നമ്മൾ 80 ലക്ഷം രൂപ വരെ വിളിച്ചു നിർത്തുന്നു. എന്നാൽ സീൽഡ് ടെൻഡറിൽ നമ്മൾ 95 ലക്ഷം രൂപ എഴുതി കൊടുക്കുന്നു. അത്രയും വലിയൊരു തുക എന്തായാലും അവർ എഴുതി കൊടുക്കാൻ പോകുന്നില്ല. സമ്മതിച്ചു. ഇപ്പോഴേ ഇങ്ങനെ. ഇനിയിപ്പോ 2 വക്കീലന്മാരും കൂടി ഈ വീട്ടിലുണ്ടാകുമ്പോഴുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 വക്കീലന്മാര്? അല്ല, അതല്ലേ ഇച്ചായ, ഇവനെ ഉദ്ദേശിച്ചത് ഒരു വക്കീല് തന്നെ 2 വക്കീലിനെ എഫക്ട് ചെയ്യുമല്ലോ എന്നുള്ളതാ. ആ കപ്പ്യാരുടെ മോളുടെ കാര്യം പറഞ്ഞു കൊടുക്കട്ടാ. പറഞ്ഞു കൊടുക്കും. ഭീഷണിപ്പെടുത്തിയാൽ ചീറ്റിപ്പോയാൽ സൂക്ഷിക്കുന്നേ. ഒന്നുമില്ല അച്ഛാ, ആ കപ്പ്യാരുടെ മോളില്ലേ, മോള് കപ്പ്യാരുടെ മോള് മണത്തിച്ചേരാൻ പോവാണെന്ന്. ഓ, അത് നല്ല കാര്യമല്ലേ? അതെ. അപ്പം നമ്മളോട് ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചിറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ. 95 ലക്ഷം രൂപയാ അവർ ടെൻഡറിൽ വെക്കാൻ പോകുന്നത്. ഏടോ, അവന്മാർ എത്ര രൂപ വെച്ചാലും ഈ ലേലത്തിൽ ഒറ്റ റേഞ്ച് പോലും ഞാൻ ഉപ്പുകണ്ടക്കാർക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. വാശിക്ക് നമ്മളെക്കാൾ ഒരുപടി മുന്നിലാ അവര്. ലേലത്തുക കയറ്റി വിളിച്ച് അവന്മാരുടെ തലയിൽ കെട്ടിവെച്ച് പൊട്ടിക്കുന്നത് ആ ബുദ്ധി. ഇത് ഞങ്ങളുടെ പ്രസ്റ്റേജിന്റെ പ്രശ്നം. ചാണ്ടിക്കുഞ്ഞിന് ഷെയർ വേണ്ട വിട്ടാരേ. ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ലെന്ന്. എന്തു വന്നാലും നിങ്ങളോടൊപ്പം ഞാനുണ്ട്. എന്റെ ആണ്ടിക്കുഞ്ഞെ, കൊല്ലം കുറെ അയലിടോ നമ്മൾ ഈ കളി കളിക്കാൻ തുടങ്ങിയിട്ട്. ഈ ലേലത്തിൽ ഉപ്പുകണ്ടങ്കാരെ എങ്ങനെ പൊട്ടിക്കണമെന്ന് എനിക്കറിയാം. ഇവന്മാരൊക്കെ വലിയ കോട്ടയാച്ചായന്മാർ എനിക്കെതിരെ പണിതിട്ട് ഉടുതുണി ഇല്ലാതാ ഓടിയത്. എന്തായാലും ഉപ്പ് കണ്ടങ്കാരുടെ മേൽ തന്റെ ഒരു കണ്ണുണ്ടാവണം. അവസാന നിമിഷം വരെ തിരുമുറി നടക്കാവുന്ന ഏർപ്പാടാ ഷാപ്പിലേലം. എടാ, കള്ള് കച്ചവടത്തിന്റെ കാര്യത്തിൽ എങ്ങനെ കളിക്കണമെന്ന് എനിക്കറിയാം. അതാ മന്ത്രിയെ വിളിച്ച് കാര്യം പറഞ്ഞിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്രാവശ്യം വലിയ തുക വേണമെന്ന് ആ പുള്ളിക്കാരൻ പറയുന്നേ. ആണോ? കൊടുത്തേര്. ആദ്യമായി ഈ ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി റേഞ്ചിന്റെ ലേലമാണ് ആരംഭിക്കാൻ പോകുന്നത്. ടെൻഡറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു.
വേറെ ടെൻഡറുകളൊന്നും ഇല്ലാത്തതിനാൽ ലേലം വിളി ആരംഭിക്കുന്നു. 50 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ, 60 ലക്ഷം, 60 ലക്ഷം രൂപ, 65 ലക്ഷം, 65 ലക്ഷം രൂപ, 70, 70 ലക്ഷം രൂപ, 75, 75 ലക്ഷം രൂപ, ഇനിയും തുക കൂട്ടുന്നത് സൂക്ഷിച്ചു വേണം. വിളിയടാ. 80 ലക്ഷം രൂപ, 80 ലക്ഷം രൂപ, 81 ലക്ഷം, 81 ലക്ഷം രൂപ, 82, 82 ലക്ഷം രൂപ, 83 ലക്ഷം രൂപ, വിളിയടാ. 85 ലക്ഷം രൂപ, 85 ലക്ഷം രൂപ, മതിച്ചേ. 85 ലക്ഷം രൂപ ഒരു തരം, 85 ലക്ഷം രൂപ ഒരു തരം, 85 ലക്ഷം രൂപ ഒരു തരം, 85 ലക്ഷം രൂപ രണ്ടു തരം, 85 ലക്ഷം രൂപ രണ്ടു തരം, 85 ലക്ഷം രൂപ രണ്ടു തരം. ആരും കൂട്ടി വിളിക്കാനില്ലാത്തതിനാൽ 8 വീട്ടിൽ അനന്തംപിള്ളിയുടെ പേരിൽ രണ്ടു തരം പറഞ്ഞ് നിർത്തുന്നു. എന്നാൽ വിളിച്ചതിനേക്കാൾ കൂടിയ തുക ടെൻഡറിൽ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ആ തുകയ്ക്കായിരിക്കും ലേലം ഉറപ്പിക്കുക. ഉപ്പുകണ്ടത്തിൽ കറിയാച്ചൻ 95 ലക്ഷം, ഉപ്പുകണ്ടത്തിൽ കറിയാച്ചൻ 95 ലക്ഷം രൂപ. 8 വീട്ടിൽ അനന്തംപിള്ള 96 ലക്ഷം, 8 വീട്ടിൽ അനന്തംപിള്ള 96 ലക്ഷം രൂപ. ഉപ്പുകണ്ടത്തിൽ ജോസൂട്ടി 1 കോടി, ഉപ്പുകണ്ടത്തിൽ ജോസൂട്ടി 1 കോടി രൂപ. വിളിച്ച തുകയേക്കാൾ ടെൻഡർ തുക കൂടിയതുകൊണ്ട് ഉപ്പുകണ്ടത്തിൽ ജോസൂട്ടിക്ക് ലേലം സ്ഥിരപ്പെടുത്തുന്നു. ജോജി വരൂ. റെക്കോർഡുകൾ ഹാജരാക്കുക. വെൽഡൺ ജോജി, വെൽഡൺ. ഇത് മോനാ അറിയത്തില്ലയോ? പിന്നല്ലോ കലക്കി കലക്കി.